നമസ്കാരം. തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനും അവരുടെ ഭർത്താവ് സച്ചിൻ ദേവും KSRTC ബസ് തടയുകയും അതിൻ്റെ ഡ്രൈവറെ ചീത്ത വിളിക്കുകയും കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്ത കേസിൽ അതിനകത്ത് ബസ്സിലുണ്ടായിരുന്ന മെമ്മറി കാർഡ് ഇതുവരെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അത് കണ്ടെത്താതെ അന്വേഷണം മുന്നോട്ട് പോകില്ല എന്ന അവസ്ഥയിലാണിപ്പോൾ. യദുവിനെയും, അതായത് ഡ്രൈവർ യദുവിനെയും, അവിടെ ആ ബസ്സിൽ തന്നെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന കണ്ടക്ടറെയും, അപ്പോൾ സ്റ്റേഷൻ ഇൻചാർജ് ആയിരുന്ന ആളെയും ഒക്കെ വിളിച്ച് പലതവണ ചോദ്യം ചെയ്തുവെങ്കിലും മെമ്മറി കാർഡ് എവിടെയാണ് എന്നതിനെക്കുറിച്ച് യാതൊരു ധാരണയും ഉണ്ടായിട്ടില്ല. എന്നാൽ ഇത് പറയുന്നത് ഇത് KSRTCയിലെ ഡിപ്പോയിലുള്ള ആളുകൾക്ക് കൃത്യമായി ഇതിനെക്കുറിച്ച് അറിയാമെന്നും അവരെ കൊണ്ട് ഇത് എടുത്തു മാറ്റിയതായിരിക്കുമെന്നുമാണ്. കാരണം ടെക്നീഷ്യൻ അല്ലാതെ തനിക്കോ കണ്ടക്ടർക്കോ അതെടുത്ത് മാറ്റാൻ കഴിയില്ല എന്ന് യദു പലതവണ ആണയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഇതിൽ പിന്നിൽ പ്രവർത്തിച്ചത് തീർച്ചയായും മേയറും അതുപോലെ തന്നെ സച്ചിൻ ദേവ് MLAയും ആണ് എന്ന് തന്നെയാണ് യദുവിനോട് അടുത്ത് നിൽക്കുന്നവരും വിശ്വസിക്കുന്നതും അവർ തീരുമാനിച്ചുറച്ചിരിക്കുന്നതും. കാരണം ഇതിനകത്ത് ഈ ഒരു ബസ്സിലെ മെമ്മറി കാർഡ് എടുത്തു മാറ്റണമെങ്കിൽ അതിൻ്റെ ടെക്നീഷ്യൻ വരാതെ അത് യാതൊരു കാരണവശാലും നടക്കില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ മറ്റ് ഇതിൻ്റെ സാങ്കേതിക വിദഗ്ധരും പറയുന്നത്. ഇപ്പോൾ ഇത് എടുത്തു മാറ്റിയാൽ പോലും ഇതിനകത്തെ സംഭവങ്ങൾ, ഇതിനകത്ത് പതിഞ്ഞിരിക്കുന്ന വീഡിയോകൾ ഡിലീറ്റ് ചെയ്ത് മാറ്റിയാലും അത് വീണ്ടും പുനർസൃഷ്ടിച്ചെടുക്കാൻ കഴിയും എന്നും ടെക്നീഷ്യന്മാർ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മെമ്മറി കാർഡ് കണ്ടെത്തിയാൽ മാത്രമേ ഇതിൻ്റെ സംഭവങ്ങളെക്കുറിച്ച് കൂടുതൽ തെളിവുകൾ ലഭിക്കൂ. ഈ തെളിവുകൾ ലഭിച്ചാൽ മാത്രമേ ഈ KSRTCയിലെ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയൂ, കോടതിയിലുള്ള കേസ് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയൂ. ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസ് സ്റ്റേഷനിലെത്തി യദു തനിക്കെതിരെ ഇങ്ങനെ ഒരു പീഡനമുണ്ടായി അല്ലെങ്കിൽ ഒരു മാനസിക വ്യതയുണ്ടായി എന്ന് പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞെങ്കിലും ഈ മേയർക്കെതിരെയോ അതുപോലെ തന്നെ സച്ചിൻ ദേവ് MLAക്കെതിരെയോ കേസെടുക്കുവാൻ പോലീസ് മുതിർന്നില്ല. അവർ എന്താണ് സംഭവിച്ചത് എന്ന് യദുവിനോട് ചോദിക്കാൻ പോലും മുതിർന്നില്ല എന്നതിൻ്റെ പേരിലാണ് യദു പിന്നീട് കോടതിയെ സമീപിക്കുന്നതും ഇവർക്ക് ഇത്തരമൊരു കേസുണ്ടായിട്ടുണ്ട് എന്ന് പറയുന്നതും കോടതി മേയർക്കെതിരെയും അതുപോലെ സച്ചിൻ ദേവ് MLAക്കെതിരെയും കേസെടുക്കാൻ നിർദ്ദേശിക്കുന്നതും. അങ്ങനെ കേസെടുത്ത സ്ഥിതിക്ക് ഇതിന് മേയറും ഇതിന് സച്ചിൻ ദേവും ഒക്കെ ഈ കേസിൽ ഉൾപ്പെട്ട സ്ഥിതിക്ക് തീർച്ചയായും മെമ്മറി കാർഡ് കണ്ടെത്തേണ്ടത് മേയറുടെയും സച്ചിൻ ദേവിൻ്റെയും അതുപോലെ തന്നെ യദുവിൻ്റെയും ഒക്കെ ആവശ്യമാണ്. അതുകൊണ്ട് ഈ മെമ്മറി കാർഡ് എത്രയും വേഗം കണ്ടെത്താനുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത്. ഇത് എവിടെ നിന്നാണ് ഇനി കണ്ടെത്തുക എന്നുള്ളതാണ്. കാരണം ഇത്രയും മാത്രം പ്രമാദമായ ഒരു കേസായി ഇത് മാറിയത്. നിസ്സാരമായ കേസാണെങ്കിലും ഇത് വലിയ തോതിൽ മാധ്യമ ശ്രദ്ധയാകർഷിച്ച ഒരു കേസ് എന്ന നിലയിൽ തന്നെ ഇത് കണ്ടെടുക്കുന്നത് എവിടെ നിന്നാണ് എന്നറിയാനുള്ള ആകാംക്ഷ ഇപ്പോൾ ജനങ്ങളും വെച്ചു പുലർത്തുന്നുണ്ട്. ഇത് ആരാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത് എന്നറിയാനുള്ള ആഗ്രഹം ജനങ്ങൾ വെച്ചു പുലർത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കേസ് ഇതിൻ്റെ ഏറ്റവും നിർണായകമായ കാര്യമായി ഇതിൻ്റെ സിം കാർഡ് കണ്ടെടുക്കുക എന്ന പ്രവൃത്തി മാറിയിരിക്കുകയാണ്. ഇത് ശരിക്കും പോലീസിനെയും വിഷമവൃത്തത്തിലാക്കിയിട്ടുണ്ട് എന്ന് തന്നെ പറയാം. കാരണം ഈ കേസ് ഈ തൊണ്ടി മുതൽ, അതായത് ഈ സിം കാർഡ് കണ്ടെത്തിയാൽ മാത്രമേ ഈ കേസിൻ്റെ ഗതിവിധികൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയൂ എന്നുള്ളത് കൊണ്ട് തന്നെ കോടതിയും കൃത്യമായി പറഞ്ഞിരിക്കുന്നത് എത്രയും വേഗം ഈ സിം കാർഡ് കണ്ടെത്തണം എന്ന് തന്നെയാണ്. അതിനായുള്ള അന്വേഷണങ്ങൾ ഇപ്പോൾ നടക്കുന്നുണ്ട്. അത് ഡിപ്പോയുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് കൃത്യമായി അറിയാൻ കഴിയും. അവരെ കൃത്യമായി വിളിച്ച് ചോദ്യം ചെയ്താൽ അറിയാൻ കഴിയുമെന്ന് തന്നെയാണ് ഇതിൻ്റെ ഡ്രൈവറായ യദു ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. തന്നെ നിരപരാധിയെ തന്നെ ഈ കേസിൽ ഉൾപ്പെടുത്താനുള്ള ശ്രമങ്ങൾ MLAയുടെയും മേയറുടെയും അതുപോലെ തന്നെ ഭരണകക്ഷിയുടെയും ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട് എന്നും ഡ്രൈവർ പറയുന്നുണ്ട്.